നമസ്കാരം. വില്ലേജ് ന്യൂസ് TV പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണ സംഘത്തിന് മുന്നിൽ രമേശ് ചെന്നിത്തല മൊഴി കൊടുത്തതോടെ അന്വേഷണം ശക്തമായെന്ന് സൂചന. രാജ്യാന്തര പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്കൊപ്പം പ്രമുഖരിലേക്കും അന്വേഷണവും അറസ്റ്റും എത്തുമെന്ന് തന്നെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കുരുക്കാനുള്ള EDയുടെ നീക്കത്തിന് പ്രത്യേക കോടതി താൽക്കാലിക തടയിട്ടു. കുറ്റപത്രം നിലനിൽക്കുന്നതല്ല എന്ന് ജഡ്ജി വിശാൽ ഗോഗ്നെ പറഞ്ഞു. കനത്ത മൂടൽമഞ്ഞിൽ ഇന്നലെ പുലർച്ചെ UP മധുരയിൽ 10 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 13 പേർ പൊള്ളലേറ്റു മരിച്ചു. 43 പേർക്ക് പരിക്കേറ്റതിൽ പലരുടെയും നില ഗുരുതരമാണെന്ന് റിപ്പോർട്ടുകൾ. പുലർച്ചെ ഇന്നും കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ മേയർ സ്ഥാനത്തേക്ക് VV രാജേഷ്, R ശ്രീലേഖ, കരമന അജിത്ത് എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളതെന്നും രാജേഷിനാണ് സാധ്യതയെന്നും റിപ്പോർട്ട്. ഡോക്ടർ സിസ തോമസിനെ സാങ്കേതിക സർവകലാശാല VC-ആയി നിയമിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശത്തിന് മുന്നിൽ സർക്കാർ കീഴടങ്ങി. സർക്കാരിന്റെ നോമിനി ഡോക്ടർ സജി ഗോപിനാഥിനെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി VC-ആയും ഗവർണർ നിയമിച്ചു. മഹാത്മാഗാന്ധിയുടെ പേര് നീക്കിയതടക്കം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പൊളിച്ചു പണിഞ്ഞ പുതിയ ബില്ലിനെതിരെ ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം തുടരുന്നു. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ തലസ്ഥാനത്ത് മന്ത്രിമാരും പൗരപ്രമുഖരും മതമേലധ്യക്ഷന്മാരും ഉയർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയെ മുഖ്യമന്ത്രി അടുത്ത് വിളിച്ച് കാര്യങ്ങൾ തിരക്കി. സർക്കാർ ശക്തമായ ഇടപെടൽ തുടരുമെന്നും ഉറപ്പു നൽകി. ആലപ്പുഴ വിയപുരം ഇറിഡിയം തട്ടിപ്പിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നതായി പോലീസ് അന്വേഷണം വ്യക്തമാക്കുന്നു. DYSPക്ക് 25 ലക്ഷം രൂപ നഷ്ടപ്പെട്ടപ്പോൾ വനിതാ SIക്ക് 10 ലക്ഷം രൂപ നഷ്ടമായി. കൊട്ടാരക്കര, കോട്ടയം, കൊച്ചി, ഇടുക്കി വാസികളിൽ ചിലരൊക്കെ വിയപുരം സ്വദേശി സജി ഔസേപ്പിന്റെ തട്ടിപ്പിൽ വീണിട്ടുണ്ട്. കണ്ണൂർ പിണറായിയിൽ സ്ഫോടക വസ്തു കയ്യിലിരുന്ന് പൊട്ടി CPM പ്രവർത്തകന്റെ വലത് കൈപ്പത്തി തകർന്നു. വെണ്ടുട്ടായി കനാൽക്കരയിൽ വിപിൻ രാജ് എന്ന 25-കാരനാണ് കൈപ്പത്തി നഷ്ടമായത്. തിരുവനന്തപുരത്ത് പേട്ട, ആനയറ ഭാഗങ്ങളിൽ 5 ദിവസമായി കുടിവെള്ളം കിട്ടുന്നില്ലെന്ന് പരാതി. എന്ന് വെള്ളം കിട്ടുമെന്നോ എപ്പോൾ ജലവിതരണം നിർത്തിവെക്കുമെന്നോ അതോറിറ്റി പറയുന്നുമില്ല എന്ന് നാട്ടുകാർ പറയുന്നു. തലസ്ഥാനത്ത് അരുവിക്കരയിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച UDF സ്ഥാനാർത്ഥി വിജയകുമാരൻ നായർ മരിച്ചു. മണമ്പൂർ വാർഡിൽ തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം 3ാം സ്ഥാനത്തായിരുന്നു. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് രാമചന്ദ്രൻ സ്മാരക നാടകോത്സവത്തിന് തുടക്കമായി. ഈ മാസം 25 വരെ വെഞ്ഞാറമൂട് മാണിക്കോട് ക്ഷേത്രമേള ഗ്രൗണ്ടിലാണ് നാടകോത്സവം നടക്കുക. നാടകോത്സവത്തിന് അനുബന്ധിച്ചുള്ള സമ്മേളനം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കേണ്ടിയിരുന്ന സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ച കേന്ദ്ര സർക്കാർ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇന്ന് ബുധനാഴ്ച 11 തിയേറ്ററുകളിലായി തലസ്ഥാനത്ത് 72 ചിത്രങ്ങളാണ് പ്രദർശനത്തിനെത്തുന്നത്. ലോക സിനിമാ വിഭാഗത്തിൽ 26 ചിത്രങ്ങളും കാലിഡോസ്കോപ്പ് വിഭാഗത്തിൽ 7-ഉം അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 6-ഉം ഫെസ്റ്റിവൽ ഫേവറേറ്റ് വിഭാഗത്തിൽ 5-ഉം ചിത്രങ്ങളെത്തും. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വില്ലേജ് ന്യൂസ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.